നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു ദിവസം അമേരിക്ക ഇറാന്റെ കാർഗ് ദ്വീപിന് നേരെ ഒരു ആക്രമണം നടത്തുന്നു. അതിനുശേഷം പിന്നീട് നമ്മൾ ഇങ്ങോട്ട് കണ്ടത് ഗൾഫിലേക്ക് അതിശക്തമായ ആക്രമണം ഇറാൻ തുടങ്ങി വെക്കുന്നതാണ്. തങ്ങളുടെ ഈ കാർഗ് ദ്വീപ് എന്ന് പറയുന്നത് ഇറാന്റെ ഒരു നട്ടെല്ലാണ്, സാമ്പത്തിക നട്ടെല്ലാണ്. അത് കൃത്യമായി ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു അമേരിക്കയുടെ ഒരു ആക്രമണം. പിന്നീട് ഗൾഫിലേക്ക് ഇറാന്റെ തീമഴ. ഇപ്പോൾ അമേരിക്ക നിരന്തരം പറയുന്നുണ്ട് ഇറാൻ കീഴടങ്ങണമെന്ന്. എന്നാൽ ഇന്നിപ്പോൾ അബ്ബാസ് അരാഗ്ചി, ഇറാന്റെ വിദേശകാര്യമന്ത്രി, അമേരിക്കയ്ക്ക് മറുപടി കൊടുത്തിരിക്കുകയാണ്. ഒരു സമാധാന ചർച്ചയ്ക്കോ കരാറിനോ ഇനി അമേരിക്കയുമായി ഞങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളത്. യുദ്ധം അത് ഞങ്ങൾ ഇനി തീരുമാനിക്കും, അതിന്റെ ഗതി എന്നുള്ള നിലയിലേക്കാണ് ഇറാന്റെ പ്രതികരണങ്ങൾ വരുന്നത്. പിന്നീട് നമ്മൾ കണ്ടതാണ് ഹോർമുസിൽ കെട്ടിക്കിടക്കുകയാണ് കപ്പലുകൾ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടുമില്ല. ഇന്ത്യയുടെ കപ്പലുകൾ മാത്രമാണ് ഒന്ന് പുറത്തേക്ക് വന്നത്. ഇപ്പോൾ മറ്റൊരു സൂചന വരുന്നത് ബാബൽ മന്ദബിൽ കൂടി ഇറാൻ കൈവെക്കുമോ എന്നുള്ള ഒരു ഭീതി ലോകരാജ്യങ്ങൾക്ക് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. മധ്യസ്ഥ ചർച്ചയ്ക്ക് പോലും ഇറാൻ തയ്യാറാകുന്നില്ല. കാരണം ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ എല്ലാത്തിനെയും ആക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒരു ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം വീണ്ടും നീണ്ടുപോകും എന്നുള്ളതിന്റെ സൂചനകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. തീർച്ചയായും പ്രക്ഷോഭ, യുദ്ധത്തിന്റെ ഗതിവിഗതികൾ നിർണയിക്കപ്പെടുന്നത് രണ്ട് കുപ്പിക്കഴുത്തുകളാണ്. ഒന്ന് റെഡ് സീയിലേക്കുള്ള, അതായത് ചെങ്കടലിലേക്കുള്ള പ്രവേശന ദ്വാരമായ ബാബ് എൽ മന്ദേബ്. രണ്ട്, പേർഷ്യൻ ഉൾക്കടലിലേക്കുള്ള പ്രവേശന വാതായനമായ ആ ഒരു ഹോർമൂസ് കടലിടുക്ക്. ഈ രണ്ട് കടലിടുക്കിലും ഇറാന് സാമാന്യം നല്ല നിയന്ത്രണമുണ്ട്. ഒന്ന് നേരിട്ടും, മറ്റേത് ബാബൽ മന്ദേബിൽ ഹൂത്തികളെ ഉപയോഗിച്ചുകൊണ്ട്, യമനിലെ ഹൂത്തികളെ ഉപയോഗിച്ചുകൊണ്ട്. അങ്ങനെ വരുമ്പോൾ ലോക വ്യാപാരത്തിന്റെ, എണ്ണ വ്യാപാരത്തിന്റെ അറ്റ്ലീസ്റ്റ് 20% കടന്നു പോകേണ്ട ഹോർമൂസ് കടലെടുക്കും, എണ്ണ ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളുടെ ലോക വ്യാപാരത്തിന്റെ മൊത്തം 20% കടന്നു പോകേണ്ട ചെങ്കടൽ മേഖലയും പൂർണ്ണമായി അടയ്ക്കപ്പെട്ടാൽ ലോക വ്യാപാരം തകിടം മറിയും. യാതൊരു രീതിയിലും അത് പുനഃസ്ഥാപിക്കാനാവാത്ത രീതിയിൽ അത് അഫക്റ്റഡ് ആകും. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് മധ്യപൗരസ്ത്യ പ്രദേശത്തെ സംഘർഷത്തിന് അയവ് വരികയും ഈ സപ്ലൈ ലൈനുകൾ കുറച്ചുകൂടി സുഗമമാക്കാൻ എന്തെങ്കിലും നീക്കുപോക്കുകളാകാമോ എന്ന ചിന്തയാണ്. അവിടെയാണ് ഇറാൻ ഈസ് നൗ പ്ലേയിങ് ഇറ്റ്സ് കാർഡ്സ് വെരി ക്ലോസ് ടു ദ ചെസ്റ്റ്. ഇത്രയും സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ, അതിഗംഭീരമായ ആക്രമണം ഉണ്ടാകുമ്പോൾ ഒന്ന് കണ്ണു ചിമ്മേണ്ടതാണ്. സമാധാനത്തിന്റെ ഒരു ചെറിയ ലാഞ്ചനയെങ്കിലും അല്ലെങ്കിൽ ഒരു സന്ധി സംഭാഷണത്തിന്റെ സൂചനയെങ്കിലും നൽകേണ്ടതാണ്. പക്ഷെ ഇറാന്റെ പ്രസിഡന്റ് പറയുന്നതും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറയുന്നതും ഒരു രീതിയിലും സന്ധിയില്ല, ഒരു രീതിയിലും ചർച്ചയില്ല, യുദ്ധവിരാമത്തിന് ഞങ്ങൾ ഇപ്പോൾ തയ്യാറല്ല, ഞങ്ങളെ ഇങ്ങോട്ട് ആക്രമിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ആക്രമണകാരികൾ ആക്രമണം നിർത്തിവെക്കുക, അതല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് ചർച്ചയ്ക്കായി സമീപിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന നിലപാടിലാണ്. അതുകൊണ്ടാണ് യുദ്ധം ഇപ്പോഴത്തെ നിലയിൽ ഈ ചോക്ക് പോയിന്റുകൾ, നേരത്തെ സൂചിപ്പിച്ച രണ്ട് ചോക്കിംഗ് പോയിന്റ്സ്, അത് ഇറാനെ നിയന്ത്രിക്കാവുന്നിടത്തോളം കാലം ലോകത്തെ തന്നെ മുൾമുനയിൽ നിർത്താൻ പെട്രോളിയം മൂവ്മെന്റ്, പ്രകൃതിവാതക മൂവ്മെന്റ് മുഴുവൻ റെഗുലേറ്റ് ചെയ്തുകൊണ്ട് ആത്യന്തികമായി ഇറാനോട് സന്ധി ചെയ്യാൻ അറബ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് GCC രാജ്യങ്ങൾ സന്നദ്ധമാവുകയും അമേരിക്കയെ കൊണ്ട് ഈ ആക്രമണം നിർത്തിവെപ്പിക്കുകയും ചെയ്യുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇറാന്റെ പക്ഷത്തുള്ളത്. അതേസമയം ഇറാൻ എന്ന വിപത്ത്, ഇസ്രായേലിനെതിരെ ഉണ്ടാകാൻ സാധ്യതയുള്ള വിപത്ത്, അതുപോലെ അറബ് രാജ്യങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഭാവി ഭീഷണി, ആ ഭാവി ഭീഷണി പൂർണ്ണമായി ആണവശേഖരത്തിന്റെ രൂപത്തിലും കൺവെൻഷണൽ മിസൈലുകളുടെ രൂപത്തിലും ആർമമെന്റിന്റെ രൂപത്തിലുമെല്ലാം ഉള്ളത് പൂർണ്ണമായി ഒഴിവാക്കുന്നത് വരെ യുദ്ധം 2-3 ആഴ്ച കൂടി നീളുന്ന യുദ്ധം എന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെ പദ്ധതികളായി തുടരുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഈ പ്രതിസന്ധി ഘട്ടം തുടരുകയാണ്, മാറ്റമില്ലാതെ. അതാണ് ഇപ്പോഴത്തെ ഒരു നിലവാരം. ഇപ്പോൾ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം അമേരിക്ക, അതായത് തിരിച്ചടി അമേരിക്കയ്ക്ക് ശക്തമാകുന്നുണ്ട്. പ്രത്യേകിച്ച് മറ്റ് രാജ്യങ്ങൾ സമ്മർദ്ദവും ചെലുത്തുന്നുണ്ട്. ഈ യുദ്ധത്തിൽ ഒരു മധ്യസ്ഥ ചർച്ച വേണം എന്നുള്ള ആവശ്യം ഇപ്പോൾ അറബ് രാജ്യങ്ങളും ഈ പറയുന്ന അമേരിക്കയോട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഹോർമുസിൽ എങ്ങനെയെങ്കിലും ഇറാനെ അവിടെ നിന്ന് അകറ്റുക എന്നുള്ളൊരു നീക്കത്തിലേക്ക് എത്തിക്കൊണ്ട് ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു ആഹ്വാനം നടത്തിയിരുന്നു. അതായത് ഹോർമുസിലേക്ക് എല്ലാ രാജ്യങ്ങളും അവരുടെ കപ്പലുകൾ അയക്കണം,
അവിടെ ഹോർമുസിൽ നിന്ന് ഇറാനെ വെട്ടാനുള്ള ഒരു നീക്കമാണ് അമേരിക്ക നടത്തുന്നത്. പക്ഷേ നമ്മൾ കാണുന്നത് ഹോർമുസിൽ പിടിമുറുക്കിയിരിക്കുന്ന, അവിടെ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ടേക്ക് പോകാത്ത ഇറാനെയാണ്. ഇപ്പോൾ ഈ ലോകരാജ്യങ്ങളോടൊക്കെ അമേരിക്ക ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുമ്പോഴും അവരാരും അതിന് തയ്യാറാകാതെ പിന്നോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അമേരിക്കയ്ക്ക് ഇതിന്റെ ഒരു ദൂഷ്യവശം ഏകദേശം മനസ്സിലായിരിക്കുന്നു. ഈ യുദ്ധം ഇനി മുൻപോട്ട് കൊണ്ടുപോയാൽ അത് ലോകത്തെ തന്നെ ബാധിക്കുന്ന, എന്തിനേറെ ഇസ്രയേലിനെയും അമേരിക്കയെയും തന്നെ ബാധിക്കുന്ന ഒരു പ്രതിസന്ധിയായി മാറും എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണോ മറ്റുള്ളവരുടെ സഹായം ഇപ്പോൾ തേടുകയാണ്? പ്രശോഭ, ജിയോ പൊളിറ്റിക്കൽ, ജിയോ സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ഹോർമൂസിന് മേലുള്ളത് ഇറാന് മാത്രമാണ്. തീർച്ചയായും അമേരിക്കയുടെ പക്ഷത്ത് നിൽക്കുന്നു എന്ന് കരുതുന്ന UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഹോർമൂസിലേക്ക് തള്ളി നിൽക്കുന്ന തെക്കൻ മുനമ്പുണ്ട്. ഒരു ഭാഗം UAE ആണ്, മറ്റൊരു ഭാഗം ഒമാനാണ്. പക്ഷെ ഇറാന്റെ ആത്യന്തികമായ നിയന്ത്രണ മേഖല, സ്വാധീന മേഖലയാണ് ചരിത്രപരമായ ഹോർമൂസ്. അത് ജിയോഗ്രഫി അല്ലെങ്കിൽ ഭൂമിശാസ്ത്രം നൽകുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. അതിനെ ബലപ്രയോഗം കൊണ്ട് മാത്രം മറികടക്കാം എന്നാണ് അമേരിക്ക വിശ്വസിക്കുന്നത് എങ്കിൽ, ഒന്നുകിൽ അമേരിക്കൻ കപ്പലുകൾ ശക്തി പ്രയോഗത്തിലൂടെ ഹോർമൂസിലൂടെ കടന്നു പോവുകയും കപ്പലുകൾക്ക്, വാണിജ്യ കപ്പലുകൾക്ക്, അതുപോലെ എണ്ണ ടാങ്കറുകൾക്ക് അകമ്പടി പോവുകയും ചെയ്യുക എന്ന ഒരു ഓപ്ഷൻ മുമ്പിലുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്ക ഇപ്പോൾ ചൈനയുടെയും റഷ്യയുടെയും ഉൾപ്പെടെ ഇറാനോട് ചേർന്ന് നിൽക്കുന്ന ചൈന, റഷ്യ രാജ്യങ്ങളുടെ ഉൾപ്പെടെ പടക്കപ്പലുകളെ ക്ഷണിച്ചിരിക്കുകയാണ് ഹോർമൂസിലേക്ക്. ഒരുതരം ഫ്ലെക്സിംഗ് മസിൽസ് ആണ്. ഇറാനെതിരെ ലോകത്തെ എല്ലാ ശക്തികളും ഒന്നിക്കുന്നു ഹോർമൂസ് ബലം പ്രയോഗിച്ച് തുറന്നിടാൻ വേണ്ടി. അതൊരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല. ഇറാൻ അതിനേക്കാൾ ഭംഗിയായി മറുപക്ഷത്ത് പ്രവർത്തിച്ചു. ഇറാൻ പറയുന്നു, ഞങ്ങൾ തടയുന്നില്ല, ഞങ്ങൾക്ക് തടയാനുള്ളത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കപ്പലുകളെയാണ്. ഈ രണ്ട് രാജ്യങ്ങളാണ് ഇറാനെ ആക്രമിച്ചത്. അതുകൊണ്ട് മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾക്ക്, വാണിജ്യ യാനങ്ങൾക്ക് കടന്നു പോകുന്നതിൽ ബുദ്ധിമുട്ടില്ല, ഞങ്ങൾക്ക് വിരോധമില്ല എന്ന രീതിയിലുള്ള ഒരു ഓവർ ആർച്ചിങ് സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഇറാന്റെ ഭാഗത്ത് നിന്ന്. അതിനർത്ഥം എന്താണ്? ഒന്നുകിൽ ഒരുതരം വെല്ലുവിളിയാണ്, നിങ്ങൾ ധൈര്യപൂർവ്വം കടന്നു പോകൂ, ആക്രമണം ഉണ്ടെങ്കിൽ അപ്പോൾ കാണാം എന്നതാണ്. അപ്പൊ ആ ഒരു റിസ്ക് എടുത്തുകൊണ്ട് മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾ, ഇന്ത്യക്കോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെയോ കപ്പൽ, യൂറോപ്യൻ രാജ്യങ്ങളുടെയോ കപ്പലുകൾ അതുവഴി കടന്നു പോയാൽ ഇറാൻ ആക്രമിക്കില്ല എന്നതിന് എന്താണ് ഉറപ്പ്? മൈനുകളിൽ തട്ടി തകരില്ല എന്നതിന് എന്താണ് ഉറപ്പ്? ക്രോസ് ഫയറിൽ പെട്ടു പോവില്ല എന്നതിന് എന്താണ് ഉറപ്പ്? അത് വലിയ അതീവ സുരക്ഷാ മേഖലയാണ്, വലിയ ഒരു വൾണറബിൾ പോയിന്റ് ആണ്. അതുകൊണ്ടാണ് കുറച്ചുകൂടി വലിയ ഉറപ്പുകളും കുറച്ചുകൂടി സുതാര്യമായ നടപടിക്രമങ്ങളും ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് യുദ്ധത്തിന്റെ ഗതി ഈ രൂപത്തിൽ ഹോർമൂസിന് കുറുകെ, അല്ലെങ്കിൽ എൻറ്റയർ പേർഷ്യൻ ഗൾഫിന് കുറുകെ മിസൈലുകൾ പറക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അതുകൊണ്ട് ഹോർമൂസിന് കുറുകെയാണ്, അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫിന് കുറുകെയാണ് GCC രാജ്യങ്ങൾ. അപ്പോൾ അവിടെ കടലിലൂടെ, പേർഷ്യൻ ഗൾഫിലൂടെ സുഗമമായി കപ്പലുകൾക്ക് നീങ്ങാവുന്ന ഒരു അന്തരീക്ഷം വന്നിട്ടില്ല യുദ്ധത്തിന്റെ മധ്യേ. അതുകൊണ്ട് ഒന്നോ രണ്ടോ കപ്പലുകൾ, പ്രത്യേക സാഹചര്യത്തിൽ ഇന്ത്യയുടെ 2 കപ്പലുകൾ കഴിഞ്ഞ ദിവസം കടത്തിവിട്ടത് സമാനമായ രീതിയിൽ ഏതാനും കപ്പലുകളോ ചെറിയ കപ്പൽ വ്യൂഹങ്ങളോ കടന്നു പോകാം പ്രത്യേക അനുമതിയോടെ എന്നതല്ലാതെ സുഗമമായ ഒരു കപ്പൽ പാത അവിടെ ഒരുങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ്. അത് ബലം പ്രയോഗിച്ചാണ് അമേരിക്കയും മറ്റ് കക്ഷികളും, മറ്റ് രാജ്യങ്ങളും. ഒരിക്കലും അമേരിക്കയോടൊപ്പം മറ്റ് രാജ്യങ്ങൾ ബലപ്രയോഗത്തിന് വേണ്ടി, ഹോർമൂസ് തുറക്കാൻ വേണ്ടിയുള്ള ബലപ്രയോഗത്തിന് വേണ്ടി നിന്നു കൊടുക്കുമെന്ന് ഈ സാഹചര്യത്തിൽ വിലയിരുത്താനും ആവില്ല. അതുകൊണ്ട് ഇറാൻ ഉദ്ദേശിക്കുന്നിടത്ത് അക്കാര്യം നിൽക്കും. അതേസമയം ഈ വിലക്കുകൾ ലംഘിച്ചുകൊണ്ട് ഏതെങ്കിലും അമേരിക്കൻ കപ്പലുകൾ അതുവഴി പോവുകയും അതിനെതിരെ ഇറാന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടാവുകയും ചെയ്താൽ ഒരുപക്ഷെ കൂടുതൽ രൂക്ഷമായി ആ സാഹചര്യം മാറുകയും ചെയ്യാം. ഈ ഇപ്പോൾ ഇസ്രയേൽ അതിശക്തമായ ഒരു ആക്രമണം ഇറാനിലേക്ക് നടത്തുന്നുണ്ട്. ഇതിന് ബദലായിട്ട് അമേരിക്കയും ആക്രമണങ്ങൾ ശക്തമാക്കുന്നു. ഇനിയും പിടിച്ചു നിൽക്കാൻ ഇറാന് കഴിയുമോ? കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയുധം കുറഞ്ഞു വരുന്നതിന്റെ ഒരു ലക്ഷണം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇറാന്റെ ആക്രമണ ശൈലിയിൽ നിന്ന് ഏകദേശം അത് വ്യക്തമാകുന്നുണ്ട്. ഇവിടെ അമേരിക്ക പോലും സംശയിക്കുന്ന ഒരു കാര്യമുണ്ട്. റഷ്യ ഇറാനെ സഹായിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു സംശയം അമേരിക്കയ്ക്ക് ഉണ്ടാകുമ്പോൾ, ഈ പറയുന്നത് പോലെ തന്നെ നമുക്കറിയാം, ഈ യുദ്ധത്തിലേക്ക് റഷ്യയോ അല്ലെങ്കിൽ ചൈനയോ പോലുള്ള രാജ്യങ്ങൾ വന്നാൽ അതിന്റെ ഒരു തലം മാറുകയാണ്. പക്ഷേ അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു സംശയമുള്ള ഘട്ടത്തിൽ അത് എത്രത്തോളം അതിലൊരു വാസ്തവം ഉണ്ടാകാം? അല്ലെങ്കിൽ റഷ്യ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇറാനെ സഹായിക്കാൻ, ആയുധം കൊടുത്തോ അല്ലെങ്കിൽ സാമ്പത്തികമായോ സഹായിക്കാനുള്ള ഒരു അവസ്ഥയിലാണോ? ആയുധം കൊടുത്തുകൊണ്ടും സാമ്പത്തികമായും ഇപ്പോൾ ഇറാനെ നേരിട്ട് സഹായിക്കാൻ ഒരു രാജ്യവും വരില്ല. പക്ഷേ ഇറാന്
യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാനുള്ള സാങ്കേതിക സഹകരണം, അത് സാറ്റലൈറ്റ് ഇൻഫർമേഷന്റെ രൂപത്തിലോ ലോജിസ്റ്റിക്കൽ ബാക്കിങ്ങിന്റെ രൂപത്തിലോ മറ്റ് രൂപങ്ങളിലോ കൊടുക്കാൻ തീർച്ചയായും കഴിയുന്നും ഉണ്ടാക്കണം. റഷ്യക്കും ചൈനയ്ക്കും അത് ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ് ഇറാൻ കുറെയൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ശത്രു രാജ്യങ്ങളുടെ കപ്പലുകളുടെ കൃത്യം ലൊക്കേഷൻ എവിടെയാണ്, ഇറാന് നേരെ വരുന്ന ഭീഷണിയുടെ തോത് എങ്ങനെയാണ്, മറുപക്ഷത്തെ ആയുധ സന്നാഹങ്ങളുടെ ഒരു രീതിശാസ്ത്രം എന്താണ്, ഇതെല്ലാം ഇതേക്കുറിച്ചൊക്കെയുള്ള ആകാശങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളും പിഴിവാർന്ന ഇൻഫർമേഷനും കൃത്യമായി പകർന്നു കൊടുക്കാൻ റഷ്യയുടെ സാറ്റലൈറ്റ് സംവിധാനത്തിന് കഴിയും, ചൈനയുടെ ഇന്റലിജൻസ് നെറ്റ്വർക്കിന് കഴിയും. ഇതെല്ലാം തീർച്ചയായും ഈ രംഗത്ത് മുതൽക്കൂട്ടാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. ഇറാൻ ഒറ്റയ്ക്കാണ് എന്ന് പറയുമ്പോഴും നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഒരു രാജ്യവും, വിവരമുള്ള ഒരു രാജ്യവും കടന്നു വരില്ല. അത് അമേരിക്കയോടൊപ്പം നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കാനും പലരും മടിച്ചു നിൽക്കുകയാണ്. അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി യൂറോപ്യൻ രാജ്യങ്ങൾ ധാരധാരയെ ഒഴുകിയെത്തുമായിരുന്നല്ലോ. നെയ്റ്റോ എന്തുകൊണ്ട് നേരിട്ട് രംഗത്ത് വരുന്നില്ല? എപ്പോഴും അമേരിക്കയുടെ യുദ്ധങ്ങൾ നെയ്റ്റോയുടെ കൂടി യുദ്ധങ്ങളായിരുന്നു. ഇപ്പോൾ ഇത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെ മാത്രം യുദ്ധമാണ്. വളരെ പണിപ്പെട്ടാണ് യൂറോപ്പിലെ ചില രാജ്യങ്ങളെ ഏതാനും കപ്പലുകൾ അയക്കാൻ വേണ്ടി ട്രംപ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അവരും പൂർണ്ണ മനസ്സോടുകൂടിയല്ല. അതുകൊണ്ട് ഇത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും യുദ്ധമാണ്, ഇറാന്റെയും നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധമാണ്. മറ്റ് രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള യുദ്ധമാണ്. അതിൽ മറ്റ് രാജ്യങ്ങൾ ഇടപെടുന്നത് കാര്യങ്ങൾ സങ്കീർണമാക്കും. അത് ആരുടെയും താല്പര്യം സംരക്ഷിക്കില്ല എന്നതുകൊണ്ട് റഷ്യയും ചൈനയും ഒക്കെ സംയമനം പാലിക്കുന്ന ഒരു കാഴ്ചയാണ്. പക്ഷെ ഇറാൻ പൂർണ്ണമായി കീഴടങ്ങുന്ന ഒരു ഘട്ടം വന്നാൽ റഷ്യ എങ്ങനെ പ്രതികരിക്കും, ചൈന എങ്ങനെ പ്രതികരിക്കും? ഓയിൽ മാർക്കറ്റ് അവിടെ ചൈനയുടെ വലിയ കൺസേൺ ആണ്. എണ്ണ ലഭിക്കണം. ചൈനയ്ക്ക് ലഭിക്കുന്ന എണ്ണയുടെ നല്ലൊരു പങ്ക് വെനിസുലയിൽ നിന്നാണ്. അത് കട്ട് ഓഫ് ചെയ്തിരിക്കുന്നു. മറ്റൊരു പങ്ക് 80%, അതായത് ഇറാന്റെ കയറ്റുമതിയുടെ 80% എണ്ണയും ചൈനയിലേക്കാണ്, ക്രൂഡ് ഓയിൽ ചൈനയിലേക്കാണ്. ഇതെല്ലാം തന്നെ ഒറ്റയടിക്ക് നിന്ന് പോവുകയാണെങ്കിൽ ചൈനയുടെ ഊർജ്ജ സുരക്ഷ, എനർജി സെക്യൂരിറ്റി അപ്സെറ്റ് ആണ്. അതുകൊണ്ട് ചൈനയ്ക്ക് ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിക്കാതിരിക്കാനാവാത്ത ഒരു അന്തരീക്ഷം വരും. ഇപ്പോഴാണ് ബദലുകൾ തീർന്നത്. ഇറാൻ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ബദലിനെ കുറിച്ച് സംസാരിച്ചല്ലോ. ഇപ്പോൾ റൂബിൾ അനുസരിച്ചോ അല്ലെങ്കിൽ യുവാൻ അനുസരിച്ചോ കച്ചവടം നടത്തുന്ന ചില യാനങ്ങൾക്ക് ക്രൂഡ് ഓയിൽ കൊണ്ടുപോകാം, ഞങ്ങൾ തടയില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥമാണ് എന്താണ്? അമേരിക്കൻ ഡോളറിനെ വരച്ച വരയിൽ നിർത്താൻ, പെട്രോ ഡോളർ റെജിമൻ അവസാനിപ്പിക്കാൻ ലോകത്തോടായി ആഹ്വാനം ചെയ്യുകയാണ്. അത് പൊളിച്ചെടുക്കാൻ ചൈനയും റഷ്യയും ശ്രമിച്ചു കഴിഞ്ഞാൽ കച്ചവടം, ആഗോള എണ്ണ കച്ചവടം ഡോളർ ഇതര ഒന്നുകിൽ അവരവരുടെ ഹോം കറൻസിയിൽ, അല്ല എങ്കിൽ ബ്രിക്സ് പോലെയുള്ള ഏതെങ്കിലും പുതിയ കറൻസി സംവിധാനം വന്നാൽ ആ കറൻസിയിൽ, അതാണ് ഇറാന്റെ ആത്യന്തിക ലക്ഷ്യം. ഒരുപക്ഷെ അതുകൊണ്ട് കൂടിയാണ് ഇറാൻ എന്നത് ഒരു വിപത്തായി അമേരിക്ക കണ്ടതും ഭീഷണിയായി കണ്ടതും അതുകൊണ്ടതാണ്. അല്ലാതെ ഈ ആണവായുധങ്ങൾ ഇസ്രായേൽ സുരക്ഷാ ഭീഷണി സൃഷ്ടിക്കുന്നു എന്നത് മാത്രമായിരുന്നില്ല. അമേരിക്കയുടെ തന്നെ വ്യാപാര താല്പര്യം, വാണിജ്യ താല്പര്യം, അമേരിക്കൻ ഡോളർ താല്പര്യങ്ങൾ, ആഗോള വ്യാപാര താല്പര്യം, ഇതെല്ലാം തന്നെ ഒരുപക്ഷെ ഇറാൻ ഈ രൂപത്തിൽ നിന്നാൽ, അയത്തുള്ള അലി ഖുമൈനിയുടെയോ അല്ലെങ്കിൽ ഒരു മതപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നിലനിന്നാൽ അത് നടക്കാതെ പോയേക്കാം. കൂടുതൽ രാജ്യങ്ങൾ മാറി ചിന്തിച്ചേക്കാം, ഇതര ചിന്തകളിലേക്ക് വന്നേക്കാം. അത് മുളയിലേ നുള്ളണം എന്ന ചിന്ത കൊണ്ടായിരിക്കണം ഇറാനെ ആക്രമിച്ചത് തന്നെ. അതുകൊണ്ട് പുതിയ തന്ത്രങ്ങൾ, യുദ്ധതന്ത്രങ്ങൾ, നേരിട്ടുള്ള ആക്രമണമല്ല, ഒരു സാമ്പത്തിക യുദ്ധത്തിലേക്ക്, ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് ഒക്കെ തന്നെ വലിച്ചിഴക്കാൻ ഇപ്പോഴത്തെ നിലയിൽ ഇറാന് കഴിയുന്നുണ്ട്. അത് തുടർന്നും ആ രീതിയിലുള്ള വിലപേശലുകളായിരിക്കും ഇറാൻ നടത്തുക. ഇറാനിലെ ഇപ്പോൾ ഒരു വഴിക്കൂടെ യുദ്ധം നടക്കുമ്പോഴും മറ്റൊരു വഴിക്കൂടെ ആഭ്യന്തര പ്രശ്നങ്ങൾ അതിഗുരുതരമായി ഇറാനെ വലയ്ക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഡെയിലി മെയിലിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞത് ഈ IRGCയിലെ തന്നെ സൈനികരെ ഭരണകൂടം കൊന്നൊടുക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതായത് തെരുവുകളിൽ വികൃതമാക്കപ്പെട്ട നിലയിൽ ഇറാൻ സേനയുടെ IRGCയിലെ സൈനികരുടെ മൃതദേഹങ്ങൾ കാണപ്പെട്ടു എന്നുള്ള ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഭരണകൂടത്തിനെതിരെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട്. മറ്റൊരു വഴിക്കൂടെ ഈ അടുത്ത കഴിഞ്ഞ ദിവസങ്ങൾ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം അമേരിക്ക ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങൂ എന്ന് ഇറാൻ ജനതയോട് പറയുകയാണ്. അപ്പോൾ ഒരു വഴിക്കൂടെ ആഭ്യന്തര കലാപങ്ങൾ, അതിന് തിരികൊളുത്തുന്ന ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഈ ഭരണകൂടം തന്നെ ഈ സൈനികരെ കൊന്നൊടുക്കുമ്പോൾ അവിടുത്തെ IRGC എന്ന് പറയുന്ന സേനയിൽ ഒരു വിള്ളലുണ്ടോ? ഇവിടെ പ്രശോഭ, ഇതൊക്കെ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്ന അമേരിക്കയുടെ പ്രതീക്ഷകളാണ്. യുദ്ധം സംഭവിക്കുമ്പോൾ വലിയ തോതിൽ കലാപം ഉണ്ടാകും, ജനം തെരുവിലിറങ്ങും, IRGCയുടെ ഒരു വിഭാഗം പിളർന്നു മാറും, അങ്ങനെ ആഭ്യന്തരമായി ഒരു പുതിയ സാഹചര്യം ഉണ്ടാകും, അവർക്ക് പെട്ടെന്ന് തന്നെ ഭരണം ഏറ്റെടുക്കാൻ കഴിയും. പക്ഷെ അമേരിക്കയ്ക്ക് 1-ാം ദിവസം 1-ാം മണിക്കൂറിൽ വിജയം ലഭിച്ചു എന്ന്
ലോകം കരുതിയപ്പോഴും ഒരു വൻപൻ പരാജയം സംഭവിച്ചു. അത് മരിച്ച 48 പേരിൽ അയത്തുള്ള അലി ഖമനിയോടൊപ്പം കൊല്ലപ്പെട്ട 48 പേരിൽ ഒരു 10 പേരോളമെങ്കിലും അമേരിക്ക ഓൾട്ടർനേറ്റ് ഭരണകൂടമായി കരുതിയ ആളുകളായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് അമേരിക്ക ഒരുക്കി വെച്ചിരുന്ന ചാരന്മാരുണ്ട് ഒരുപാട് പേർ. ഭരണകൂടത്തിനകത്ത് തന്നെ IRGCയുടെ തലപ്പത്തെ, ഭരണകൂടത്തിന്റെ തലപ്പത്ത്, എന്തിന് മതഘടനകളുടെ ഉൾപ്പെടെ തലപ്പത്തെ അമേരിക്ക രഹസ്യമായി വിത്തുപാക്കി മുളപ്പിച്ച് നിർത്തിയിരുന്ന ചിലരുണ്ട്. അവരെല്ലാം തന്നെ ആ മീറ്റിംഗിൽ വന്നുപെട്ടു. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ഓൾട്ടർനേറ്റ് ലീഡർഷിപ്പായി അയത്തുള്ള അലി ഖമേനിക്ക് പകരമായി പ്രതിഷ്ഠിക്കാനായി, അല്ലെങ്കിൽ മസൂദ് പെസഷ്കിയാന് പകരമായി പ്രതിഷ്ഠിക്കാനായി കരുതി വെച്ചിരുന്ന ആളുകൾ ഉൾപ്പെടെ ഒറ്റയടിക്ക് നീങ്ങി. അതാണ് ഒരു വലിയ ഷോക്ക്. 2, ജനങ്ങൾ സ്വാഭാവികമായി തെരുവിൽ ഇറങ്ങുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ജനങ്ങൾ തെരുവിൽ ഇറങ്ങിയില്ല. ഒരു സ്കൂൾ ആദ്യ ദിവസം വളരെ ആക്സിഡന്റൽ എന്ന രീതിയിൽ ഒരു സ്കൂൾ ആക്രമിക്കപ്പെട്ടു. ആ സ്കൂൾ ആക്രമിക്കപ്പെട്ടപ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങളാണ്, 168 പിഞ്ചു കുഞ്ഞുങ്ങളാണ്, പെൺകുട്ടികളാണ് പിടഞ്ഞു മരിച്ചത്. ഇതൊക്കെ ഇറാന്റെ വികാരം, ഇറാനെ വലിയ രീതിയിൽ തന്നെ ഞെട്ടിച്ച, ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. അത് മുൻപ് IRGC പ്രവർത്തിച്ച ഒരു സ്ഥലമാണ്, പിന്നീട് സ്കൂളായി മാറി. അപ്പൊ അമേരിക്കയുടെ AI ജനറേറ്റഡ് വാർഫെയറിൽ അത് IRGC കേന്ദ്രം തന്നെയാണ് ആക്രമിക്കപ്പെട്ടത്. പക്ഷെ അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ സ്കൂളായിരുന്നു. അങ്ങനെ വരുമ്പോൾ വലിയ രീതിയിൽ ഇറാന്റെ ജനത ഭരണകൂടത്തിനെതിരെ അവർക്ക് ഉണ്ടായിരുന്ന സ്വാഭാവികമായ ഒരു വെറുപ്പ്, അല്ലെങ്കിൽ വിദ്വേഷം, അല്ലെങ്കിൽ പീഡക, അല്ലെങ്കിൽ മർദ്ദക ഭരണകൂടം എന്ന ചിന്ത മാറ്റിവെച്ചിട്ട് തൽക്കാലത്തേക്ക് രാജ്യം ഒന്നിക്കുന്ന വിവിധ വംശീയ വിഭാഗങ്ങൾ, വിവിധ പോരടിച്ചു നിന്ന വിവിധ വിഭാഗങ്ങൾ എല്ലാം തന്നെ ഒരുമിക്കുന്ന ഒരു കാഴ്ച, അത് ഏത് യുദ്ധത്തിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അമേരിക്ക ഉദ്ദേശിച്ച രീതിയിലല്ല ഇറാനിനുള്ളിൽ മാറ്റങ്ങൾ വന്നത്. മാത്രമല്ല വലിയ തോതിൽ, അത് പ്രശോഭ പറഞ്ഞത് ശരിയാണ്, വലിയ തോതിൽ IRGCയുടെ ഉൾപ്പെടെയുള്ള പല ആളുകളുടെയും ശവശരീരങ്ങൾ തെരുവുകളിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ടു. അതിന് കാരണം എന്താ? ചാരന്മാരായി കരുതി, നേരിട്ട് ചാരന്മാരായി കരുതി യഥാർത്ഥത്തിൽ പിടിക്കപ്പെടുന്നവരും ചാരനാണോ എന്ന സംശയത്താൽ പിടിക്കപ്പെടുന്നവരുമായ ഒരുപാട് പേരെ നിഷ്കരണം, വേണ്ട നിയമപ്രക്രിയക്ക് വിധേയമാക്കാതെ നിഷ്കരണം കൊന്നൊടുക്കുന്ന ഇറാന്റെ യുദ്ധസമയത്തെ ഒരു സംവിധാനം, അത് വളരെ ക്രൂരമാണ്. അതുകൊണ്ട് ഒരു രീതിയിലുമുള്ള ഒരു വിമത പ്രവർത്തനം ഇതിനുള്ളിൽ യുദ്ധസമയത്ത് നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ അതൊരു ഏകാധിപത്യ സംവിധാനമല്ലേ. ഒരു പ്രസിഡന്റ് ഉണ്ട്, തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആണെന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഇൻഎഫക്ട് ഇറാനുള്ളിൽ ഉള്ളത് ഒരു ഏകാധിപത്യ സമഗ്രാധിപത്യ സംവിധാനമാണ്. അത് കൃത്യമായി പ്രവർത്തിക്കുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് ഇറാനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മറ്റൊരു ഗ്രൂപ്പിനെ സംഘടിപ്പിച്ചെടുക്കുകയും, അല്ലെങ്കിൽ പുറത്തുനിന്ന് സൈന്യം തള്ളിക്കയറി, അല്ലെങ്കിൽ ആഭ്യന്തരമായ കുർദുകളെ എന്തെങ്കിലും ഇളക്കി വിട്ടുകൊണ്ട് വലിയ സമയമെടുത്തുകൊണ്ട് ഒരു പുതിയ ബിൽഡ്, പ്ലാൻ എ പാളിയിരിക്കുന്നു, അമേരിക്കയുടെ പ്ലാൻ എ പാളിപ്പോയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്ലാൻ ബി, പ്ലാൻ സി എന്നിവയുണ്ട് എങ്കിൽ അത് പ്രവർത്തിക്കുക. അതല്ലാതെ ഒരു രീതിയിലും ഇപ്പോഴത്തെ ആ ഒരു ഇറാന്റെ മേൽ പ്രഹരം വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും, നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നേരത്തെ സൂചിപ്പിച്ച പോലെ കാർഗ് ദ്വീപ്, അത് അചിന്ത്യമായ ഒരു കാര്യമാണ്. കാർഗ് ദ്വീപാണ് സാമ്പത്തിക സ്ഥിരാകേന്ദ്രം. ഓയിൽ ട്രേഡിന്റെ 90% കടന്നു പോകുന്നത് കാർഗിലൂടെ കയറ്റുമതി ചെയ്യുന്ന അവിടുത്തെ വാർഫുകളിൽ, അവിടുത്തെ തുറമുഖങ്ങളിൽ നിന്നും കയറ്റിവിടുന്ന, ഓയിൽ പമ്പ് ചെയ്ത് മറ്റ് ജലയാനങ്ങളിൽ കയറ്റിവിടുന്ന സ്ഥലമാണ്. അവിടെ ഉൾപ്പെടെ ബോംബ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ മിലിറ്ററി കേന്ദ്രങ്ങളാണ് ബോംബ് ചെയ്തത്. അവിടുത്തെ എണ്ണപ്പാടങ്ങളും എണ്ണ ടെർമിനലുകളും ഉൾപ്പെടെ ബോംബ് ചെയ്താൽ ഒരുപക്ഷെ ഇറാൻ ഈ സൗദിയുടെയും കുവൈറ്റിന്റെയും UAEയുടെയും ഖത്തറിന്റെയും ഒക്കെ തന്നെ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ച് എണ്ണ സംഭരണശാലകളിലേക്ക് ആക്രമണം കടുപ്പിച്ചു കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് പോകും. അതുകൊണ്ട് ആർക്കും ആ രീതിയിൽ ഒരു ഫൈനൽ പുഷ് എന്ന രീതിയിൽ ഇറാന്റെ ഇക്കണോമിക് ഇൻസ്റ്റലേഷനിൽ ആക്രമിക്കുന്നതിന് മുമ്പ് 10 വട്ടം ചിന്തിക്കേണ്ട ഒരവസ്ഥയാണ്. ഇതൊരു അനുകൂല ഘടകമായി കണ്ടുകൊണ്ട് ഇറാൻ യുദ്ധം പരമാവധി നീട്ടിയെടുക്കാനുള്ള ഒരു ഡീപ്ലി എൻട്രൻച്ച്ഡായി അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ആ രീതിയിലാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഗൾഫിലേക്കും കൂടെ ഒന്ന് നോക്കേണ്ടതുണ്ട്. കാരണം അതിമാരകമായ ആക്രമണങ്ങൾ ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് നടത്തിയിട്ടുണ്ട്. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇടയ്ക്കൊന്ന് മാപ്പ് പറഞ്ഞിരുന്നു. അതായത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമിക്കില്ല, ചെയ്തതിൽ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പെസഷ്കിയാന്റെ ആ ഒരു നിലപാട്. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത് വീണ്ടും ആക്രമണം കടുപ്പിക്കുന്നതാണ്. ഈ കാർഗ് ആക്രമിക്കപ്പെട്ടതിന് ശേഷം ഈ വെറി പിടിച്ചതുപോലെ ഇറാൻ കാടടച്ച് വെടിവെക്കുകയായിരുന്നു ഗൾഫ് രാജ്യങ്ങളിലേക്ക്. പ്രത്യേകിച്ച് ദുബായിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, എത്രയോ ലോകത്തിന്റെ കോണിൽ നിന്ന് എത്രയോ ആൾക്കാർ വന്നു പോകുന്ന സ്ഥലങ്ങളാണ്. അവിടങ്ങളെല്ലാം അടച്ചിടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. വിമാനത്താവളങ്ങൾ അടച്ചിടുകയാണ്. നമുക്കറിയാം ഇപ്പോൾ
ഈ പറയുന്ന റംസാന്റെ പുണ്യനാളുകളാണ്. നാട്ടിലേക്ക് പോകാനും തിരിച്ചു വരാനും ഒക്കെ കാത്തിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ അവരെ എല്ലാവരെയും പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് നമ്മളെപ്പോഴും പറയാറുണ്ട്, ഗൾഫ് രാജ്യങ്ങൾ അവിടുത്തെ നമ്മുടെ കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു സാമ്പത്തിക നട്ടലിന്റെ ഒരു ഭാഗവും കൂടിയാണ് ഗൾഫ്. അപ്പോൾ അത്തരത്തിൽ ആ വഴികളെല്ലാം അടയ്ക്കപ്പെട്ട് ലോകം ഒരു പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിൽ ഒരു പരിഹാരം എന്താണ്? ഇറാൻ കട്ടയ്ക്ക് നിൽക്കുകയാണ്, ഞങ്ങൾ മധ്യസ്ഥ ചർച്ചയ്ക്കോ അല്ലെങ്കിൽ സമാധാന ചർച്ചയ്ക്കോ ഒന്നിനും തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നു. പക്ഷേ അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കാൻ ഗൾഫിലേക്ക് അതിമാരകമായ ആക്രമണം. ഗൾഫ് രാജ്യങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യാൻ കഴിയും? അവര് ആകെ അകപ്പെട്ടു പോയിരിക്കുകയാണ്. ചെകുത്താനും ചെങ്കടലിനും മധ്യേ പെട്ട അവസ്ഥയിലാണ് ഗൾഫ് രാജ്യങ്ങൾ, GCCയിലെ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദിയും UAEയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. അവിടേക്കാണല്ലോ ഇന്ത്യൻ പ്രവാസികളുടെ ഒരു നല്ല പങ്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. 90 ലക്ഷം പേർ, 1 കോടിയോളം പേര് ഇന്ത്യക്കാരായ ആളുകൾ, അതിൽ 30 ലക്ഷം പേര് മലയാളികളാണ്. അത് തന്നെ വലിയ അംഗസംഖ്യയാണ്. ഒരു 3.5 കോടി ആളുകളുടെ ഒരു 10% 30 ലക്ഷം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു 10%-ഓളം കേരളീയർ ഗൾഫിൽ ആണ് എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന വലിയ ഒരു സാമ്പത്തിക ഫോളോ ഔട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് നമുക്ക് തള്ളിക്കളയാനാവില്ല. നമുക്ക് ഒരിക്കലും നമ്മുടെ ഇക്കോണമിക്ക് ഉൾപ്പെടെ കേരളത്തിന്റെയോ ഇന്ത്യയുടെയോ സമ്പദ് വ്യവസ്ഥയ്ക്ക് താങ്ങാവുന്ന ഒന്നാവില്ല. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ മാറി ചിന്തിക്കേണ്ട സമയമായി. അമേരിക്കയോടുള്ള സൗഹൃദം നിലനിർത്തിക്കൊണ്ട് തന്നെ അമേരിക്കയെ ഈ യുദ്ധത്തിൽ നിന്നും സ്നേഹപൂർവ്വം പിന്തിരിപ്പിക്കുക എന്നത് ഒരുപക്ഷെ നമ്മൾ വിചാരിക്കാം ഇറാന്റെ ഒരു തന്ത്രം വിജയിക്കുന്നു എന്നാണ്. പക്ഷെ ഇറാനെ ഒന്നും ഒരു കാരണവശാലും ഗൾഫ് രാജ്യങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കില്ല. ഭാവിയിലും ഇപ്പോൾ ഇത്രയും ആക്രമണങ്ങൾ സംഭവിച്ചിരിക്കുന്നു, ഭാവിയിലും ഇറാനിൽ നിന്ന് തന്നെയാണ് സുരക്ഷാ ഭീഷണി. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നത് ഗൾഫിന്റെ താല്പര്യത്തിന് ചേരുന്നതല്ല. ഇറാൻ എന്ന വിപത്തിനെ പരിപൂർണമായി അവസാനിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ അല്ലാതെ മുന്നോട്ട് പോകാനാവില്ല. പക്ഷെ പരിപൂർണമായി അവസാനിപ്പിക്കാൻ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ കൊണ്ട് കഴിയുമോ? ഒരു കരയുദ്ധത്തിലൂടെ ഇറാന്റെ പുതിയ ഒരു ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കുന്നത് വരെ എത്തി നിർത്താൻ എന്തുമാത്രം ചിലവും എന്തുമാത്രം സമയവും ഉണ്ടാകും. അതിനുള്ളിൽ തന്നെ ഈ സൗദി അറേബ്യയുടെ ഉൾപ്പെടെയുള്ള ഓയിൽ ഇൻസ്റ്റലേഷൻസ് ഉൾപ്പെടെ വലിയ ഡാമേജുകൾ ഉണ്ടായാൽ എന്തിനിതൊക്കെ ചെയ്തു എന്ന് ഗൾഫ് രാജ്യങ്ങൾ ചിന്തിക്കില്ലേ? അതുകൊണ്ടാണ് ഏകപക്ഷീയമായി ഇപ്പോൾ എത്തിച്ചേർന്ന ചില നേട്ടങ്ങൾ അത് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇനി തങ്ങൾക്ക് കൂടുതലായി ഒന്നും ഈ ഘട്ടത്തിൽ നേടാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇപ്പോൾ പുറത്തു പോകാവുന്ന, യുദ്ധം നിർത്താവുന്ന ഒരു സാഹചര്യത്തിലാണ്. അതവരെ കൺവിൻസ് ചെയ്യാൻ അറബ് രാജ്യങ്ങൾ കഴിയുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇറാനുമായി ഇപ്പോൾ നേരിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ നോക്കുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് കൂടുതൽ ഇറാനെ പ്രകോപിപ്പിക്കാതെ, ഇറാന്റെ ശക്തി ഏറെ ക്ഷയിച്ചു എന്നതും വസ്തുത തന്നെയാണല്ലോ. ഇറാൻ ഇട്ടിച്ചു നിൽക്കുന്നു, പൊരുതി നിൽക്കുന്നു, പ്രത്യാക്രമണം നടത്തുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇറാന്റെ സൈനിക ശക്തി കാര്യമായ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു 10 വർഷത്തേക്ക് വലിയ പ്രഹരശേഷി ഇറാൻ ഉണ്ടാവില്ല. അതിനുള്ളിൽ ഒരുപാട് നയതന്ത്ര നീക്കങ്ങൾ ഉള്ള സാധ്യതകൾ തുറന്നിട്ടുകൊണ്ട്, എന്നാൽ ഇറാൻ ഒരു കാരണവശാലും ആണവായുധങ്ങൾ ഉത്പാദിപ്പിക്കുന്നില്ല, ആണവ ത്രട്ട് ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഒക്കുമല്ലോ. എക്സിസ്റ്റ് ആൻഡ് കോ എക്സിസ്റ്റ്, അതല്ലേ ഫിലോസഫി. ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ സാധിക്കുക, അതുപോലൊപ്പം അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളോടൊപ്പം തന്നെ സഹവസിക്കാവുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുക. ഇസ്രായേലിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ജൂതരാഷ്ട്രമായ ഇസ്രായേൽ എന്നതൊരു റിയാലിറ്റിയാണ്. അല്ലാതെ ഡെത്ത് ടു ഇസ്രായേൽ എന്ന വങ്കത്വം പറഞ്ഞുകൊണ്ട് നടക്കാതെ ഇസ്രായേലിനെ അംഗീകരിക്കുക, ഇസ്രായേൽ ഇറാന്റെ പരമാധികാരം അംഗീകരിക്കുക, പരസ്പരം അംഗീകരിച്ചുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മാത്രമല്ലാതെ ബലപ്രയോഗത്തിലൂടെ ശാശ്വതമായ പരിഹാരം ഉണ്ടാകാനാവില്ല. ഏതെങ്കിലും കാരണവശാൽ ബലപ്രയോഗത്തിലൂടെ ഇറാനിൽ ഒരു ഭരണകൂട മാറ്റം ഉണ്ടായാൽ അത് സിവിൽ വാറിലേക്ക് നീങ്ങും, ആഭ്യന്തര കലഹത്തിലേക്ക് നീങ്ങും. 100 കണക്കിന് മിലീഷ്യകളാവും ഇറാന്റെ ഭാഗധേയം പിന്നീട് നിർണ്ണയിക്കുക. ഒരു സിവിലിയൻ ഭരണകൂടം ഉണ്ടാകും, അമേരിക്ക നയിക്കുന്ന ഒരു പാവ ഭരണകൂടം ഉണ്ടാകും. പക്ഷെ അതിനെതിരെ നിരന്തരം ആയുധങ്ങൾ എടുത്തുകൊണ്ടുള്ള പോരാട്ടങ്ങൾ ഉണ്ടാകും. അതിൽ മിസൈലുകളും ഉണ്ടാകും. അതിൽ ചിലത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പിന്നീട് പതിക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? അതുകൊണ്ട് അരാജകത്വത്തിലേക്ക് ഒരു വ്യത്യസ്തമായ രൂപത്തിലെങ്കിലും ഒരു രാജ്യം നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. അരാജകത്വത്തിലേക്ക് പോയാൽ ആർക്കും പിടിച്ചു കെട്ടാനാവാത്ത രീതിയിൽ ഭീകരതയിലേക്കും ഫണ്ടമെന്റലിസ്റ്റിലേക്കും ഒക്കെ ഇറാൻ പോയി കഴിഞ്ഞാൽ അത് വെളുക്കാൻ തേക്കുന്നത് പാണ്ടാകുന്നു എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം സ്വച്ഛന്തമായ ഒരു സാമ്പത്തിക ജീവിതമാണ് അവർ ആഗ്രഹിക്കുന്നത്. കാര്യമായ വെളിയിൽ നിന്നും പ്രവാസികൾ വരുന്നു, ജോലി ചെയ്തു, ടെക്നിക്കൽ സ്കിൽഡ് വരുന്നു, ടെക്നോളജി അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും വരുന്നു, ജപ്പാനിൽ നിന്ന് വരുന്നു, എല്ലാവരുമായിട്ട് നല്ല വ്യാപാരം വന്നു, ചൈനീസ് കപ്പലുകൾ വരുന്നു, എണ്ണ കൊണ്ടുപോകുന്നു, എല്ലാം സന്തോഷം. അവിടെ ഒരു രാജ്യത്തെ തൊട്ടടുത്ത് കിടക്കുന്ന അതിശക്തമായ ഒരു രാജ്യമായ ഇറാനെ
പൂർണ്ണമായി പിണക്കിക്കൊണ്ട് സമാധാനമായി ഗൾഫ് രാജ്യങ്ങൾക്ക് അവിടെ സഹവസിക്കാനാവില്ല. അതുകൊണ്ട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ട ഒരു സമയം തന്നെയാണ്. അമേരിക്കയ്ക്ക് ആവശ്യത്തിലധികം സ്പേസ് ഗൾഫ് രാജ്യങ്ങൾ കൊടുക്കുമ്പോൾ അത് പുനർവിചിന്തനം ചെയ്യേണ്ട കാര്യവും വളരെ വളരെ ന്യായമായി ആലോചിക്കേണ്ടത്. അമേരിക്ക സുരക്ഷിതത്വം നൽകുന്നു, ശരിയാണ്, അത് സ്വീകരിച്ചോളൂ. പക്ഷെ ഒരു രീതിയിൽ കൂടുതൽ എക്സ്പോഷർ അമേരിക്കൻ ട്രൂപ്സിന് ഗൾഫ് രാജ്യങ്ങൾ കൊടുത്താൽ സ്വാഭാവികമായി റിറ്റാലിയേഷൻ പല രൂപത്തിൽ നാളുകളിലും സംഭവിക്കാം. എന്തായാലും ഇപ്പോൾ ഇതാണ് യുദ്ധത്തിന്റെ ഒരു ഏകദേശ ചിത്രം. ഒരു തരത്തിലും ഇറാൻ ഈ പറയുന്ന അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രയേലിനോ അംഗീകരിക്കാൻ തയ്യാറല്ല. ഞങ്ങൾ സമാധാനത്തിന് തയ്യാറല്ല, ഈ യുദ്ധം ഞങ്ങൾ എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്നുള്ള ഒരു നിലയിൽ ഇറാൻ നിൽക്കുമ്പോൾ ഒട്ടും പിന്നിലേക്കല്ലാതെ അമേരിക്കയും ഇസ്രയേലും നിൽക്കുകയാണ്. യുദ്ധം കടുക്കുകയാണ്, ലോകം പ്രതിസന്ധിയിൽ തന്നെയാണ്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.